Hello and welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു വർഷത്തെ നെതർലൻഡ്സ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഡിഡ് എനിവൺ ആസ്ക് മീ ദിസ്? ഐ തിങ്ക് സോ. എനിക്ക് കുറച്ച് പേര് ഇമെയിലൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. ചെയ്തിട്ടില്ല എങ്കിൽ ഐ ജസ്റ്റ് ഗോട്ട് ദിസ് ഐഡിയ. എനിക്ക് തോന്നിയത് നല്ലൊരു ഐഡിയ ആണെന്ന്. ആസ് സം വൺ ഹൂ വാസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്, ഇവിടെ പഠിച്ച ഒരാളെന്ന നിലയ്ക്കും അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ജോലി കണ്ടുപിടിച്ചു എന്നുള്ള ഒരാളെന്ന നിലയ്ക്കും എനിക്ക് തോന്നി അത് നല്ലൊരു ടോപ്പിക്കാണെന്ന്. ആൻഡ് ആസ് യൂഷ്വൽ ഐ ഹാവ് മൈ നോട്ട്സ്. ചെറിയ നോട്ട്ബുക്കാണ്, ബട്ട് ഐ ഹാവ് മെമ്മറൈസ്ഡ് എവ്രിതിങ്. ഓക്കെ, ഐ പുട്ട് മൈ എഫേർട്സ്. ഓക്കെ, അപ്പോൾ there are many things that I love about the Netherlands and some things that I don't quite love about the Netherlands. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെതർലൻഡ്സ്. എനിക്ക് ഇവിടെ ജീവിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഞാൻ ഒരുപാട് വിഷമിക്കാറുണ്ട്, എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ഹോം സിക്ക് ആവാറുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഐ ലിവ് അലോൺ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സ്വയം നോക്കി ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് ഐ ഡു ഫീൽ സം ടൈംസ് ഹോം സിക്ക്. പക്ഷെ അല്ലാതെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിലൊരു നല്ലത് ചീത്ത എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് തിങ്സ് ദാറ്റ് I think are unique to the Dutch people. The first one is weather. Dutch weather is highly unpredictable. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഇങ്ങനെ വെയിലൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ക്ലൗഡി ആയിട്ട് മഴയൊക്കെ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വെതറാണ്. പക്ഷേ ഇവിടുത്തെ സമ്മർ ചൂടിച്ചിരി ഉണ്ടെങ്കിലും സൂര്യൻ ഉള്ളപ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഓട്ടം സമയം സമ്മറൊക്കെ എന്ത് മനോഹരമാണെന്നറിയും ഇവിടെ കാണാൻ. നല്ല ഭംഗിയാണ്, പൂക്കളും അതും ഇതും, പാർക്സും കനാൽസും ലേക്സും എല്ലാം. ലവ് ഇറ്റ്. അപ്പോൾ ഇവിടുത്തെ ഡച്ച് വെതർ വിൻ്ററിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഇപ്പോൾ സ്നോ ആയിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇത് മഞ്ഞും അല്ല, മഞ്ഞ് പെയ്യുന്ന വളരെ ചുരുക്കം ദിവസങ്ങളിലാണ്, പക്ഷെ കൂടുതലും മഴയും കാറ്റും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. വിൻ്റർ എനിക്ക് വലുതായിട്ട് ഐ ഡോണ്ട് ലുക്ക് ഫോർവേഡ് ടു വിൻ്റർ. പക്ഷേ സമ്മർ ചൂടാണെങ്കിലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സമ്മറിൽ സൺസെറ്റ് ഇത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും, അപ്പോൾ എനിക്കത് ബോഡി അത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. 10 മണിക്കും സൂര്യൻ ഇങ്ങനെ മിന്നിത്തിളങ്ങി ഇങ്ങനെ നിൽക്കും, അപ്പോൾ അത് ഇത്തിരി പാടായിരിക്കും. വിൻ്ററിലാണെങ്കിൽ 5 മണിക്ക് രാത്രി 8 മണിയുടെ എഫക്റ്റ് ആണ്, വൈകിട്ട് ഒരു 5-5:30 ആകുമ്പോൾ. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി പാടായിരിക്കും ബോഡി അഡ്ജസ്റ്റ് ചെയ്യാൻ. എനിക്ക് പാടാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അല്ലാതെ പൊതുവേ ഇറ്റ്സ് ഓക്കെ. ഡച്ച് വെതർ ഐ വുഡ് സേ വിൻ്റർ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് വിൻ്റർ. പക്ഷേ അല്ലെങ്കിൽ ഐ എം ക്വൈറ്റ് ഓക്കെ വിത്ത് ഇറ്റ്. പിന്നെ ഡച്ച് പീപ്പിളിൻ്റെ നമ്മളൊരു ഡച്ച് ആളിനെ കണ്ടിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കേ വേണ്ട, നമ്മളിങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ പുറത്ത് കാലാവസ്ഥ നല്ലതാണെങ്കിൽ അവരിങ്ങോട്ട് നമ്മൾ ചുമ്മാ നിൽക്കുന്നത്. എനിക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് പറയും ലെക്കർ വേറെ നല്ല കാലാവസ്ഥയാണെന്ന് പറയും. ബൈ ദ വേ, ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കുറച്ച് ഡച്ച് സ്കിൽസൊക്കെ ഷോ ഓഫ് ചെയ്യും. പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ. ഞാൻ ഡച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഐ ഹാവ് ടു ഷോ ഓഫ് ടു സമ്മൺ, റൈറ്റ്? നിങ്ങൾക്കാണെങ്കിൽ ഡച്ച് ഒന്നും അറിയത്തില്ല, സോ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എനിവേസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഡച്ച് പീപ്പിളിൻ്റെ കോൺവെർസേഷൻ്റെ ഒരു മെയിൻ ടോപ്പിക് വെതറിനെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുക എന്നാണ്. മഴ പെയ്താൽ അതും അവർ കംപ്ലയിൻറ്റ് ചെയ്യും, ചൂടാണെങ്കിൽ അതും അവർ കംപ്ലയിൻറ്റ് ചെയ്യും. ഇവർ വെതറിൽ ഒരിക്കലും ഹാപ്പിയും സാറ്റിസ്ഫൈഡും ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവർക്ക് എന്തെങ്കിലും കാണും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓട്ടം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര മഴയൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇത്തിരി തണുപ്പുണ്ടെങ്കിലും കുറച്ചുകൂടെ സൂര്യപ്രകാശമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതിന് കംപ്ലയിൻറ്റ്സ് കേൾക്കാനില്ല ശരിക്കും പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ ഡച്ച് പീപ്പിളിൻ്റെ കോൺവെർസേഷൻ്റെ ഒരു മെയിൻ ഐറ്റമാണ് ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്പർ 2, സൈക്ലിംഗ്. ഇവിടെ സൈക്ലിംഗ് പഠിച്ചിട്ട് വരണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ തന്നെയാണ് പറയുന്നത്. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ എടുക്കുക. നിങ്ങൾ സൈക്കിൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ നെതർലൻഡ്സിലാണോ ജീവിക്കുന്നത്? ഇവിടെ ഒരു 17-18 മില്യൺ ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ, അത്ര ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത്രയും ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ ഒരു 10-20-22 മില്യൺ സൈക്കിൾസ് ഈ രാജ്യത്തുണ്ട്. ആൾക്കാരെക്കാട്ടിലും കൂടുതൽ സൈക്കിൾസ് ഉള്ള രാജ്യമാണ്. നമുക്ക് ഭയങ്കര ഹാൻഡിയാണ്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും, ഗ്രോസറീസ് എല്ലാം നമുക്ക് സൈക്കിളിൽ പോയി മേടിച്ചിട്ട് വരാം. ഇവിടെ ആരും എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ബസ്സും മെട്രോയും ഒക്കെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ എല്ലാവരും സൈക്കിൾ ചവിട്ടുകയാണ് ചെയ്യുന്നത്. സോ പ്ലീസ് സൈക്ലിംഗ് ചവിട്ടിയിട്ട് വരാനല്ല, സൈക്ലിംഗ് പഠിച്ചിട്ട് വരിക.
ഇവിടെ പിന്നെ കാലാവസ്ഥ കൊള്ളില്ലെങ്കിൽ ഇവരൊക്കെ സൈക്കിൾ ഔട്ട്. ഇവിടെ ഇപ്പം മഴയും കാറ്റും ആണെങ്കിൽ, ഇപ്പം ഞാനാണെങ്കിലും കഴിഞ്ഞ വർഷം എൻ്റെ ക്ലാസ്സിൽ പോകാനായിട്ട് എനിക്കൊരു അറൗണ്ട് 30 മിനിറ്റ്സ് റൈഡ് ആയിരുന്നു എനിക്ക് എൻ്റെ താമസിക്കുന്ന എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ ക്ലാസ് വരെ. അപ്പോൾ മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ ഞാൻ സ്കീ ചെയ്യാൻ പോയില്ലേ, നമ്മൾ സ്കീ ചെയ്യാൻ പോകുന്ന പോലെയാണ് ഞാൻ എൻ്റെ വിൻ്റർ ജാക്കറ്റ് ഇട്ട ഗ്ലൗസും തൊപ്പിയും 2 തൊപ്പിയൊക്കെ വെച്ച് എൻ്റെ ചെവിയൊക്കെ തണുത്ത് വേദനിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഫുൾ സെറ്റപ്പിൽ ഒരു ഷോളൊക്കെ ഇട്ട് സ്കീയിങ്ങിന് പോകുന്ന പോലെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ബട്ട് I never took a bus to my college, to my university, to my class. എപ്പോഴും ഞാൻ സൈക്കിളാണ് പോയത്. സോ പ്രോബബ്ലി നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ യു വിൽ ഓൾസോ ഹാവ് ടു ഡു ഇറ്റ്സ് ദാറ്റ് വേ. കാരണം നമ്മൾ എത്രയും പൈസ എത്ര സേവ് ചെയ്യാൻ പറ്റുമെന്നല്ലേ നോക്കുന്നത്. സോ സൈക്ലിംഗ് പഠിച്ചിരിക്കാം പ്ലീസ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്നത് പുതിയ സൈക്കിൾ വാങ്ങരുത്, പഴയ സൈക്കിൾ വാങ്ങുക. ഏറ്റവും കൊള്ളാത്ത ഇരിക്കുന്ന സൈക്കിൾ, കാണാൻ ഏറ്റവും അഗ്ലി ആയിട്ട് കൊള്ളാത്ത സൈക്കിൾ എടുത്താൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. അത്യാവശ്യം കാണാൻ നല്ല സൈക്കിളാണെങ്കിൽ അത് കള്ളൻ കൊണ്ടുപോകും. പ്രത്യേകിച്ച് നിങ്ങൾ ലോക്കിടെ ഏതെങ്കിലും ഒരു ദിവസം മറന്ന് അന്ന് കള്ളൻ കൊണ്ടുപോയിരിക്കും. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ സൈക്കിൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് അടിച്ചുകൊണ്ട് പോയത്. ഇവിടെ നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന ലോക്കും ഉണ്ട്, അല്ലാതെ ചങ്ങല പോലത്തെ ഒരു ലോക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിൾ പാർക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനെ മെറ്റൽ സ്റ്റാൻഡ് പോലെയൊക്കെ കാണും. അവിടെ നമ്മൾ സൈക്കിൾ ചാരി വെച്ചിട്ട് അതിൽ നമ്മുടെ സൈക്കിളിനെ ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങല പോലത്തെ ഒരു ചെയിൻ പോലത്തെ ഒരു സംഭവം കിട്ടും. അത് വെച്ച് ലോക്ക് ചെയ്യണം. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു ദിവസം എവിടെ എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് എംബസിയുടെ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സൈക്കിൾ ഇല്ല. അവിടെ വെക്കരുതായിരുന്നു, മൈ മിസ്റ്റേക്ക്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇല്ല. അപ്പോൾ സൈക്കിൾ കളവ് പോകാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം മറന്നാൽ അന്ന് സൈക്കിൾ പോയി, അതുകൊണ്ട് പ്ലീസ് വാങ്ങിക്കുമ്പോൾ 50-60 യൂറോയ്ക്ക് സെക്കൻഡ് ഹാൻഡ് അല്ല, ഏതെങ്കിലും ജാംബവാൻ്റെ കാലത്ത് തുരുമ്പിച്ച സൈക്കിളൊക്കെ ആയിരിക്കും. അത് ഓടുമെന്ന് നോക്കുക, ഓടുമെങ്കിൽ അത് വാങ്ങിക്കാം. ഇപ്പം ഞാൻ എൻ്റെ സൈക്കിൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ ഞാൻ സൈക്കിൾ ഇല്ലാതെ കഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, എൻ്റെ കൂടെ പഠിച്ച പുള്ളിക്കാരി ഇപ്പോൾ നാട്ടിൽ തിരിച്ചു പോയി, ഇവിടെ എല്ലാം നിർത്തിയിട്ട് പോയി. അവളുടെ സൈക്കിളാണ് ഞാൻ ഇപ്പം മേടിച്ചത് 50 യൂറോയ്ക്ക്. അതുകൊണ്ട് ഹൈലി റെക്കമെൻഡ് യൂസ്ഡ് സൈക്കിൾ വാങ്ങിക്കുക. നമ്പർ 3, ഡച്ച് പീപ്പിൾ ലവ് ഡിസ്കൗണ്ട്സ്, കോർട്ടിംഗ് ഓർ ക്രാച്ചസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഡച്ച് പീപ്പിൾ അവരവിടെ വീണു. പിന്നെ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല സാധനം, എന്നാലും അവർ വാങ്ങിക്കും ജസ്റ്റ് ബിക്കോസ് അത് ഡിസ്കൗണ്ട് ആയതുകൊണ്ട്. ഇപ്പോൾ ഡിസ്കൗണ്ട് ആർക്കും ഇഷ്ടമില്ല, അത് എനിക്ക് ഇഷ്ടമാണ് ഡിസ്കൗണ്ട്. നാട്ടിലാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ മേടിക്കും. പക്ഷേ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഒരു സാധനം വാങ്ങുക അങ്ങനെ ഞാൻ വാങ്ങിയിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ നിർബന്ധിച്ച് ഞാൻ ടവൽ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ടായിരുന്നു, എന്നാലും ഞാൻ വാങ്ങി, ടവൽ വാങ്ങി. പിന്നെ എന്തായിരുന്നു, ഒരു ദിവസം ആൽപ്രോയുടെ യോഗേർട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് പോയിട്ട് ജസ്റ്റ് ബിക്കോസ് അത് ഡിസ്കൗണ്ടിലായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മേടിച്ചു. സോ ഡച്ച് പീപ്പിൾ ലവ് ഡിസ്കൗണ്ട്സ്. നിങ്ങൾ പൊതുവെ അല്ല, നിങ്ങൾ മിക്കവാറും ഇവിടെ വരുമ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ ആകാൻ, ഇൻഫ്ലുവൻസ്ഡ് ആകാൻ ചാൻസ് ആണ്. പിയർ പ്രഷറിൽ നിങ്ങൾ ചിലപ്പോൾ വീഴും, എന്നെ പോലെയാണെങ്കിൽ. നെക്സ്റ്റ്, ഡച്ച് പീപ്പിൾ ആർ വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിൻ്ററിൻ്റെ സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല. കാരണം ഇവിടെ ഭയങ്കര തണുപ്പും മഴയും കാറ്റും ആയതുകൊണ്ട് ഐ പ്രിഫർ ടു സ്റ്റേ ഇൻസൈഡ് ഡ്യൂറിങ് വിൻ്റർ. എന്നിട്ട് ജനലിൽ കൂടെ നോക്കുമ്പോൾ ആൾക്കാർ ഓടാൻ പോവാണ്. എനിക്കത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്ന്. നിങ്ങൾക്ക് വീട്ടിൽ ചുമ്മാ ഇരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഇവർ ഭയങ്കര ആക്റ്റീവാണ്. ഇവർക്ക് കാലാവസ്ഥ അതും ഇതൊന്നുമില്ല. ആഴ്ചയിൽ 3 തവണയൊക്കെ ഇവർ ഓടാൻ പോവും. പിന്നെ ബൗൾഡറിങ് അല്ലെങ്കിൽ പിന്നെ വിൻ്റർ സ്പോർട്സ് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു ഫുട്ബോൾ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യും. ഇവർ നല്ല ആക്റ്റീവായിരിക്കും. ബോക്സിങ് എന്ന് എനിക്കറിയാവുന്ന ഡച്ച് ആൾക്കാരൊക്കെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നല്ല ആക്റ്റീവായിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ത്വരയാണ്, ആക്റ്റീവാണോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല, എന്നാലും ഐ ഡു ട്രൈ ന്യൂ തിങ്സ്. ഞാനിപ്പോൾ ബൗൾഡറിങ്, സാൽസ, പിന്നെ ബോക്സിങ്, അങ്ങനെ വേറിട്ട കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ കൈക്കടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇനി വീഡിയോയിൽ ചെയ്യാം ഷോർട്സ് ആയിട്ട്. സോ ഡച്ച് പീപ്പിൾ ആർ വെരി ആക്റ്റീവ്. നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ആയില്ലെങ്കിൽ ആകണം, കാരണം അത് നല്ലൊരു ക്വാളിറ്റിയാണ്, ആക്റ്റീവായിട്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ നാട്ടിലാണെങ്കിൽ ഞാൻ വീട്ടിലറിയുന്ന സമയത്ത് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോകണം എങ്കിൽ പുറത്തിറങ്ങുക, സ്കൂട്ടർ എടുക്കുക, പോവാം. പക്ഷേ ഇവിടെ ഒന്നെങ്കിലും നമ്മൾ സൈക്കിളിൽ പോകണം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ 1 മണിക്കൂർ നടന്നാണ് പോകണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ നടന്ന് പോകും. കാരണം അതിപ്പോൾ എനിക്കങ്ങ് അതൊരു ശീലമായി, നടക്കണം, സൈക്കിൾ ചവിട്ടണം എന്നൊക്കെ പറയുന്നത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നാട്ടിൽ സ്കൂട്ടറിൽ പോകുന്നത് പോലെയാണ് എനിക്കിപ്പോൾ ഇവിടെ നടക്കുന്നതും സൈക്കിൾ ചവിട്ടുന്നതും ഒക്കെ. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് എ വെരി ഗുഡ് ക്വാളിറ്റി. അത് കഴിഞ്ഞിട്ട് ലേണിംഗ് ഡച്ച്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഡച്ച് ലാംഗ്വേജ് പഠിക്കണോ എന്ന് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഡച്ച് ലാംഗ്വേജ്
നിങ്ങളുടെ ഒരു കോഴ്സ് ഇംഗ്ലീഷിലാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡച്ച് ലാംഗ്വേജ് പഠിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. ഇവിടെ ജോലി കിട്ടാനാണെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ സിറ്റിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ജോബ്സ് എങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ വലിയ സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്സിലും ഒക്കെ നിൽക്കാം, എന്താണ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ നിൽക്കാൻ പറ്റും. സോ അത് ബിഗ് സിറ്റീസ് ആണ്. സ്മോൾ സിറ്റീസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഡെലിവറി എങ്കിലും കിട്ടും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡച്ച് ലാംഗ്വേജ് പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വന്ന് പഠിച്ച ഉടനെ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ പോലെയൊക്കെയാണ് നിങ്ങൾ ലോങ് ടേം ആയിട്ട് ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ പാസ്പോർട്ട്, ഡച്ച് റെസിഡൻസ് പെർമിറ്റ്, ഡച്ച് പാസ്പോർട്ട് കിട്ടാനാണെങ്കിൽ ഡച്ച് പഠിച്ച് പരീക്ഷ എഴുതി ഇന്റഗ്രേഷൻ എക്സാം എഴുതാൻ, ഇവിടുത്തെ കൾച്ചറിനെയും പറ്റിയിട്ടും ലാംഗ്വേജിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു A2 ലെവൽ മതി. നമ്മൾ ഹൈലി സ്കിൽഡ് മൈഗ്രൻറ്റ് വിസയിലായതുകൊണ്ട് നമുക്ക് A2 ലെവൽ ഡച്ച് മതിയാകും. ഇപ്പോൾ ഇമിഗ്രൻറ്റ് അസൈലം സീക്കേഴ്സിനാണെങ്കിൽ എനിക്കൊന്ന് B2 B1 എങ്ങാണ്ടോ വേണം. സോ A ആണ് ബേസിക്, പിന്നെ BCC ആണ് ഏറ്റവും ഹൈ ലെവൽ വരുന്നത്. അപ്പോൾ ഇറ്റ്സ് ഹൈലി യൂസ്ഫുൾ ഇഫ് യു സ്റ്റാർട്ട് ലേണിംഗ് ഡച്ച്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് കഫേ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിൽ അവർ ഫ്രീ ആയിട്ട് ലാംഗ്വേജ് കഫേ തരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ പിള്ളേർ വരുവാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ച് അവർക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഡച്ച് ലാംഗ്വേജ് ക്ലാസ്സസ് കാണും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഡച്ചിൽ സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർ ഡച്ചിൽ തന്നെ റിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഡച്ച് പഠിക്കുന്നത് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊരു താങ്ക്സ്, ഒരു ഡാക്കി വെൽ, അല്ലെങ്കിൽ ഒരു ഗുഡ് ഈവനിങ്, ഒരു ഫൈൻ ഡാഹ്, അല്ലെങ്കിൽ ഫൈൻ ആവുണ്ട് എന്നൊക്കെ ഒന്ന് ഡച്ചിൽ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അവർ ലൈക്ക് അവരുടെ റെസ്പോൺസ് കാണുമ്പോൾ എനിക്കും കൂടുതൽ ഡച്ച് പറയണമെന്നാണ് തോന്നുന്നത്. സോ ദേ റിയലി ഹൈലി ഹെൽപ്പ് മീ. അപ്പോൾ പക്ഷേ ഇവിടെ പൊതുവെ ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡച്ചിൽ സംസാരിച്ചാൽ ആൾക്കാർ തിരിച്ച് ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അതെനിക്കൊന്നും എനിക്ക് അങ്ങനെയല്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ എപ്പോഴും അങ്ങോട്ട് സോറി ഐ ഡോണ്ട് സ്പീക്ക് ഡച്ച് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കേണ്ട ഒരു ഇതാണ് എനിക്ക് വന്നിട്ടുള്ളത്. പക്ഷെ പൊതുവെ ഇവിടെ എല്ലാവരും പറയുന്നത് ഡച്ച് ഇവിടെ പഠിക്കാൻ പാടാണ്. കാരണം നമ്മൾ ഒന്ന് ഡച്ച് പഠിക്കുന്ന ഒരാളാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായാൽ അവർ പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ചെയ്യും. കാരണം നമുക്ക് എളുപ്പം അതാണ്, അവർക്കും എളുപ്പം അതാണ്, സമയവും പാഴാവില്ല. അല്ലാതെ നമ്മൾ ഡച്ച് പഠിക്കുന്നത് നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ അവർ തയ്യാറാകില്ല എന്ന് കേട്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എൻ്റെ സർക്കിളിൽ ആരും അങ്ങനെയല്ല. മേ ബി ബിക്കോസ് എനിക്കറിയാവുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും. ബട്ട് ഇറ്റ്സ് ഹൈലി യൂസ്ഫുൾ ഇഫ് യു സ്റ്റാർട്ട് ലേണിംഗ് ഡച്ച്. പിന്നെ ഡച്ച് അറിയാവുന്നവർക്ക് ജോലി കിട്ടാനും എളുപ്പം ആണ്, സാധ്യത കൂടുതലാണ്. അത് പറയേണ്ട കാര്യമില്ലല്ലോ. നെക്സ്റ്റ് തിങ് ഇസ് പിന്നെ ഒരു ഫണി അനുഭവം ഞാൻ പറയാം. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ ഗ്രോസറി ഐറ്റംസ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണമല്ലോ, ഒന്നും കൊണ്ടുവരാതല്ലേ വന്നതിൻ്റെ പിറ്റേന്ന് ഇവിടെ യമ്പോയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അന്ന് ഫ്രോസൺ പിസ്സ മേടിച്ച് കഴിച്ചു. ഓക്കെ, നോ പ്രോബ്ലം. അന്ന് കുക്കിംഗ് ഒന്നും ചെയ്തില്ല. പിറ്റേന്ന് വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം രാവിലെ എനിക്ക് എണീറ്റ ഉടനെ ബ്ലാക്ക് കോഫി വിത്ത് ഷുഗർ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ വലിയ കാര്യത്തിൽ കുടിക്കാനായിട്ടിരുന്നപ്പോൾ ഭയങ്കര പുളിപ്പ് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് എന്താ സംഭവം മനസ്സിലായില്ല. കുടിച്ചു, അത് ശരിയാവുന്നില്ല, കാപ്പിയിൽ പുളിപ്പ്. പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ ഷുഗർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഷുഗർ ആയിരുന്നു, ആർദ്ബേ സൗക്കർ. അപ്പോൾ അതിന് ഭയങ്കര പുളിപ്പായിരുന്നു. എന്നിട്ട് 1 കിലോയാണ് ഞാൻ മേടിച്ചത്. പിന്നെ അത് അവസാനം ഓട്സിലൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും കുടിച്ച് തീർക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നെ പോയപ്പോൾ ഞാൻ ശരിക്കുള്ള പഞ്ചസാര, സാദാ ഷുഗർ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അങ്ങനത്തെ എന്നെ പോലത്തെ മണ്ടത്തരവും ഇതൊന്നും കാണിക്കരുത്. പറ്റുമെങ്കിൽ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുക നിങ്ങൾ വരുമ്പോൾ. എന്നിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംഭവങ്ങൾ മേടിക്കാം. ഞാൻ വിചാരിച്ചു പിന്നെ ഇതൊക്കെ എന്ത് എന്ന് വിചാരിച്ച് പോയി ചെയ്തതാണ്, അബദ്ധം പറ്റി. ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ ഡച്ച് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാരായിട്ട് ഫ്രണ്ട്സ് ആവാൻ പറ്റും. പക്ഷേ ഫ്രണ്ട്സ് ആവാൻ പറ്റും. പിന്നെ അൾട്ടിമേറ്റ്ലി പാസ്പോർട്ട് കിട്ടാനും അത് വേണം. അപ്പോൾ എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്പർ 6, ഇത്ര നേരം ഞാൻ നമ്പർ പറഞ്ഞോ? ഓക്കെ, എന്തായാലും ഇപ്പോൾ പറയാം. നമ്പർ 6, ഡച്ച് പീപ്പിൾ ആർ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇതും ഡച്ച് പീപ്പിളിനെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നൊരു കാര്യമാണ്. ഡച്ച് ആൾക്കാർ ഭയങ്കര റൂഡാണ്. അവർ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ എടുത്ത് വായിക്കങ്ങ് പറയും, മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും നോക്കാറില്ല എന്ന്. ശരിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് റൂഡല്ല, ഡയറക്റ്റ് ആണെന്ന്. ഐ ഡോണ്ട് നോ വൈ ഐ എം ഡിഫെൻഡിങ് ഡച്ച് പീപ്പിൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ നമ്മളിങ്ങനെ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു തീർക്കുക. പിന്നെ അല്ലാതെ ഒരു കാര്യത്തിന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നിട്ട് മേ ബി ഐ എം ഈസി ടു ബി ഇൻഫ്ലുവൻസ്ഡ് എന്ന് തോന്നുന്നു. കാരണം ഞാനും ഇങ്ങനെ ഇത്തിരി അങ്ങ് ഡയറക്റ്റ് ആകാൻ തുടങ്ങി. ഇതെനിക്ക് റീസെൻ്റ്ലി കിട്ടിയൊരു കമൻറ്റാണ്. ദാറ്റ് ആക്ച്വലി ഇത് റീസെൻ്റ്ലി അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു ഡച്ച് കുട്ടി പറഞ്ഞ കാര്യമാണ്. റീതു ഇസ് ബോർഡർ ലൈൻ റൂഡ്
/ഡയറക്റ്റ് എന്ന്. കാരണം ഞാൻ ആ കുട്ടിക്ക് ടാസ്ക് കൊടുക്കാനൊക്കെ തോന്നി. ഐ ഹാവ് ദിസ് മാനേജറിയൽ ക്യാരക്ടർ സംടൈംസ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് മീ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് അത് അത്രയ്ക്ക് പിടിച്ചില്ല. അവൾ ഡച്ചാണ്. എന്നിട്ട് അവൾ പറഞ്ഞു ഞാൻ ഇത്തിരി ഡയറക്റ്റ്/റൂഡ് ആണെന്ന്. അപ്പോൾ ഞാൻ ഇത്തിരി സോഫ്റ്റ് ആവാൻ തുടങ്ങി. പിന്നെ ഈ ഇടയ്ക്ക് എൻ്റെ ജോലിക്ക് കയറിയപ്പോഴും എൻ്റെ കൊളീഗ് പറഞ്ഞു ഞാനും അത്യാവശ്യം ഡയറക്റ്റ് ആണെന്ന്. സോ ഐ തിങ്ക് ഐ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെൻറ്റ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് ചിലപ്പോൾ അത് റൂഡായിട്ട് തോന്നും, അത് നല്ലൊരു ബിഹേവിയറായിട്ട് നല്ല ഒരു പെരുമാറ്റമായിട്ട് തോന്നില്ല. സോ ഡച്ച് പീപ്പിൾ ആർ പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പം നിങ്ങൾ ഡച്ച് പീപ്പിളായിട്ട് എപ്പോഴെങ്കിലും ഇടപഴകുമെങ്കിൽ ഇത് മനസ്സിൽ വച്ചിരിക്കുക. അവർ വേറൊന്നും ആയിട്ടല്ല, അവർ പറയാനുള്ളത് അവർ പറയും, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവരെ സുഖിപ്പിക്കേണ്ടതും ഇങ്ങനെ അവരെ ഹാപ്പി ആയിട്ട് വെച്ചിരിക്കേണ്ടതൊന്നും കാര്യമില്ല. എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കരുത്, മനഃപൂർവ്വം വിഷമിപ്പിക്കരുത്, ബട്ട് സ്റ്റിൽ യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? സോ ദാറ്റ് ഈസ് എ കമൻറ്റ് ദാറ്റ് ഐ ഓൾവേസ് ഹിയർ അബൌട്ട് ഡച്ച് പീപ്പിൾ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വേറൊരു കമൻറ്റ് ഓർമ്മ വന്നു, അത് ഞാനിവിടെ ഒന്ന് എഴുതട്ടെ. Okay. Number 7, making appointments to meet. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പുതിയതായിട്ട് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ കലണ്ടറിൽ ഓരോ എല്ലാ കുഞ്ഞു കാര്യങ്ങളും കലണ്ടറിൽ ഇട്ട് വയ്ക്കുക എന്നുള്ളത്. അത് അവരിങ്ങനെ എന്ത് പറഞ്ഞാലും അവർ ഞാൻ എൻ്റെ അജണ്ടയിലോട്ട് ആഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ എനിക്കിത് ഞാനങ്ങനെ ഒന്നും നേരത്തെ കാലേ കൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളല്ലേ. എനിക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും എൻ്റെത് സ്പോണ്ടേനിയസ് ആണ്. ഞാൻ പെട്ടെന്ന് തീരുമാനിക്കുന്നു, പെട്ടെന്ന് പോകുന്നു. അല്ലാതെ ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് എന്നാൽ ഒരുപാട് നേരത്തെ പ്ലാൻ ചെയ്യില്ല. മാക്സിമം പോയാൽ ഒരു ദിവസം മുന്നേ പ്ലാൻ ചെയ്യും, നാളെ എന്താ ചെയ്യേണ്ടത്, നാളത്തേക്ക് എന്താ ടാസ്ക് ഉണ്ടെന്ന്. അല്ലാതെ അല്ലെങ്കിൽ രാവിലെ പ്ലാൻ ചെയ്യും ഇന്നിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അല്ലാതെ ഇങ്ങനെ ആഴ്ചകൾ മുൻകൂട്ടി ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നത് വരെ ഇങ്ങനെ കലണ്ടറിൽ നേരത്തെ ചോദിച്ചിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ട് ഇടുക ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഡച്ച് പീപ്പിൾ ഒത്തിരി പേര് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഐ തോട്ട് ഐ എം നെവർ ഗോയിങ് ടു ഡു ദാറ്റ്. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോകണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ നേരത്തെ വിളിച്ച് നീ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മളിങ്ങനെ പോകുന്നു അല്ലേ. ഇപ്പോൾ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ചുമ്മാ കയറി ചെല്ലും, അവരും എൻ്റെ വീട്ടിൽ ചുമ്മാ കയറി വരും. അല്ലാതെ ഇങ്ങനെ എല്ലാം വിളിച്ച് ചോദിച്ചിട്ടല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഞാൻ ഒരിക്കൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒന്നും ചോദിക്കാതെ അന്നേരം വിളിച്ചിട്ട് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെന്നപ്പോൾ അന്നേരം അവരൊന്നും പറഞ്ഞില്ല. നമ്മളിങ്ങനെയൊക്കെ എല്ലാം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും പോയത്. അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ് അടുത്ത പ്രാവശ്യം വരുമ്പം ചോദിച്ചിട്ട് വരണമെന്ന്. എന്നാൽ റൂഡായിട്ടല്ല, അവർ ജസ്റ്റ് ബീങ് ഡയറക്റ്റ് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞു. സോ ഇവിടെ എല്ലാവരും നേരത്തെ ചോദിച്ച് പറഞ്ഞ് എല്ലാം ആണ് ചെയ്യുന്നത്. ഒരു അഫ്സ്പ്രാക്ക് വിച്ച് മീൻസ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഫാമിലി ഈസ് സ്റ്റിൽ ഓക്കെ. ലൈക്ക് പേരൻസിനെ മീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര നേരത്തെ കാര്യങ്ങൾ പറയണത്. പക്ഷേ ഒരു 2 മാസത്തേക്ക് ഇവരുടെ കാലണ്ടർ ഫില്ലാണ് എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചിങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ റെസ്പോൺസ് 1-2 മാസത്തേക്ക് പറ്റില്ല, 3 മാസം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂ. അത് അവർ ചുമ്മാ പറയുന്നില്ല, അവർ കള്ളം പറയുന്നില്ല, ഇറ്റ് ഈസ് ട്രൂ. ഞാൻ വിചാരിച്ചത് ഞാൻ ഇങ്ങനെ ഒരാളായിരിക്കുമെന്ന്. പക്ഷേ I have recently started putting things to my agenda. എൻ്റെ കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സിലും എനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ട്. ഡിസംബറിൽ വരെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കലണ്ടറിൽ പ്ലാൻസ് ആയിട്ടുണ്ട് ഓൾറെഡി. സോ ഐ തിങ്ക് ഐ എം പ്രിറ്റി ഈസിലി ഇൻഫ്ലുവൻസ്ഡ്, which I don't think is good. പക്ഷേ making appointments just to do any random things, any normal things is very normal here. അടുത്തത്, ഇഫ് യു ആർ ഓൺ ടൈം യു ആർ ലേറ്റ്. ഞാൻ ക്രോണിക്കലി ലേറ്റ് ആയിട്ട് എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. ക്രോണിക്കലി ലേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വം ലേറ്റ് ആകുന്നതല്ല. ഞാൻ നേരത്തെ എണീറ്റ് റെഡി ആയിട്ടൊക്കെ ഇരിക്കും. പക്ഷെ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് സമയം കാണുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുക ഇത്തിരി ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് ആണ് മിക്കവാറും ഞാൻ ലേറ്റ് ആവുന്നത്. ഇന്നും ഓഫീസിൽ പോയപ്പോൾ ഞാൻ ഓഫീസിലെത്തിയത് എൻ്റെ എല്ലാ ടീം മെമ്പേഴ്സ് എത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിലെത്തിയത്, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി. ഇവിടെ ഉള്ളവർ ടൈമിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. അവർ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും അവരെത്തിയിരിക്കും. നമ്മൾ ലേറ്റ് ആവുന്നത് അവർക്ക് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഞാനിവിടെ വന്നപ്പോഴേ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ സമയത്തിന് വരിക. നിങ്ങൾ നേരത്തെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സമയത്തിന് വരിക. ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി ഡിസ്റെസ്പെക്ട്ഫുൾ. സോ നിങ്ങൾ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ സമയത്തിന് പോകണം. നിങ്ങൾ സമയത്തിന് എത്താൻ പറ്റില്ലെങ്കിൽ അവരെ വിളിച്ചറിയിക്കണം ഞാൻ ഇത്ര മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നതെന്ന്. ഡോണ്ട് കീപ് പീപ്പിൾ വെയിറ്റിംഗ്. അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻസ് തന്നെ നേരെ ചെവേ പോകണമെന്നില്ല. സോ ഓൾവേസ് ബി ഓൺ ടൈം. ഞാൻ
I'm still working on it. I'm still not always on time. Yeah, it is something that I'm working on, and I think I will improve soon. ഒരു വർഷമായിട്ടും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല, പക്ഷേ വരും, എപ്പോഴെങ്കിലും വരുമല്ലോ, വരും. നെക്സ്റ്റ് തിങ് ഈസ് ഡച്ച് ഫുഡ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. എനിക്ക് ഫുഡിനെ പറ്റി സംസാരിക്കാൻ ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, കുക്ക് ചെയ്യും. പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ വളരെ വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരു വോള്യൂം ഈറ്ററാണ്. എനിക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമാണ്. എനിക്ക് കഴിക്കാനും പറ്റും. ഇപ്പോൾ ചിലർക്കുണ്ട് അവരുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ഞാൻ തന്നെ ഉണ്ടാക്കിയാലും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എത്ര ടേസ്റ്റ് ചെയ്താലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാലും ഞാൻ കഴിക്കും. ലോങ് സ്റ്റോറി ഷോർട്ട്, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. മൈ വേഴ്സ്റ്റ് നൈറ്റ്മെയർ ഈസ് ഡച്ച് ഫുഡ്. ഇവർ പറയുന്നത് അത് ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്നാണ്. എഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമൊന്നും എടുക്കില്ല. ഒരു ബ്രെഡ് എടുക്കുന്നു, ഒരു ചീസ് എടുക്കുന്നു, രണ്ട് ബ്രെഡിൻ്റെ നടുക്കൊരു ചീസ് വയ്ക്കുന്നു, കഴിക്കുന്നു. ഇതാണ് അവരുടെ ലഞ്ച്. ഇത് ശരിക്കും ഇത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡച്ച് പീപ്പിളുടെ ലഞ്ച് ജസ്റ്റ് ബ്രോജ് കാസ് ഓർ ബ്രോജ് ആണ് ഇവർ കഴിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച പിന്നെ ഇതല്ലേ ഇപ്പോൾ ലഞ്ചായിട്ട് കഴിക്കാൻ പോകുന്നത്. ശരിക്കും ഇതാ ഇവർ കഴിക്കുന്നത്. ബ്രെഡും അതിൻ്റെ ഇടയ്ക്ക് ചീസ്, പിന്നെ കൂടുതൽ ആഡംബരം ആകണമെങ്കിൽ അവർ ഇത്തിരി ഹാമൊക്കെ വയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ കുറേ പേര് ഇവിടെ ലഞ്ച് കഴിക്കുന്നത് ബ്രെഡും ചീസുമാണ്. അതും 2 ബ്രൗൺ ബ്രെഡും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചീസും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊക്കെ ഇന്ന് രാത്രി കിടക്കുമ്പോഴേ നാളെ രാവിലെ ഉച്ചയ്ക്കും രാത്രി എന്ത് കഴിക്കണമെന്ന് ആലോചിച്ച് എക്സൈറ്റ്മെൻറ്റിൽ അത് കഴിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ സന്തോഷത്തിലാണ് കിടക്കുന്നത്. എൻ്റെ രാവിലെ എണീക്കുമ്പോഴും സന്തോഷത്തിൽ എണീക്കുന്നത്, ഇന്നത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതൊരു പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ എം ലൈക്ക് ദാറ്റ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ രാവിലെയും ഉച്ചയ്ക്കും തണുത്ത കോൾഡ് ഫുഡാണ് കഴിക്കുന്നത്. രാത്രിയാണ് ആകെ ഒരു വാം ഫുഡ് അവർ കഴിക്കുന്നത്. ആവോണ്ട് 8 ഡിന്നർ മാത്രമാണ് അവർ ചൂട് ആഹാരം കഴിക്കുന്നത്. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഉച്ചയ്ക്ക് ചൂട് ചോറൊക്കെ കഴിക്കുന്നത്. ആൻഡ് ഐ മസ്റ്റ് കൺഫെസ്, ഇത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് അവിടെ നിന്നാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. റെഡ്യൂസ്ഡ് പ്രൈസിന് എനിക്ക് ലഞ്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊന്നും പാക്ക് ചെയ്ത് കൊണ്ടുപോകാറില്ല. ഞാൻ കഴിക്കുന്നതും ഇപ്പോൾ സാൻഡ്വിച്ചാണ്, ബ്രെഡ്, ചീസ്, എന്തെങ്കിലുമൊക്കെ. സോ യെസ്, ഇറ്റ് ഈസ് ഓക്കെ. ഐ ഡോണ്ട് ലുക്ക് ഫോർവേഡ് ടു മൈ ലഞ്ചസ് അറ്റ് ഓഫീസ്. ഞങ്ങൾക്ക് വ്യാഴാഴ്ച മാത്രം വാം ഫുഡ് എന്തെങ്കിലും കാണും. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലുമൊക്കെ ഫുഡ് കാണും. ചില സമയം റൊട്ടി, കറിയൊക്കെ കാണും. പക്ഷേ അല്ലെങ്കിൽ ഐ ഓൾസോ ഈറ്റ് സാൻഡ്വിച്ച് അല്ലെങ്കിൽ കോൾഡ് പാസ്ത സാലഡ്. ഈ വക ഐറ്റംസ് ആണ് എൻ്റെയും ഇപ്പോഴത്തെ ലഞ്ച്. യെസ്, ഇക് ഫിൻഡ് ഹെറ്റ് നീറ്റ് ലെക്കർ. സോറി പക്ഷെ ഡച്ച് പീപ്പിൾ ഇത് കാണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഡച്ച് ഫുഡ് പിന്നെ യെസ്, ഡച്ച് ഫുഡ് ഇസ് പ്രിറ്റി എക്സ്പെൻസീവ് ടു. ഡച്ച് ഫുഡ് എന്നല്ല, ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആണ്. കിട്ടുന്നതിൻ്റെ 40% സാലറിയുടെ 40% ടാക്സ് പോവും. അതിന് ഇഫ് യു മേക്ക് മോർ ദാൻ 70,000 euros 50% ടാക്സ് പോവും. പകുതി പൈസ ടാക്സ് പോവും. എന്നിട്ട് ബാക്കിയുള്ള പൈസയുടെ എല്ലാം കൂടെ മാനേജ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് പ്രിറ്റി ഓക്കെ. ഇപ്പോൾ വേറെ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഇല്ലാത്ത ആൾക്കാർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെപ്പോലെ സ്റ്റുഡൻറ്റ് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നവരാണെങ്കിൽ, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇത്തിരി പാടായിരിക്കും. അതും നോക്കണം, ഇവിടുത്തെ ചിലവും നോക്കണമെന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ. ബട്ട് ഇറ്റ് ഈസ് പ്രിറ്റി എക്സ്പെൻസീവ്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന്. അല്ലെങ്കിൽ ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സ്പെൻസീവ്. നമ്പർ 11 ഓൺ ഓഫ് നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നമ്പർ 11 ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ്. എൻ്റെ മോനെ, വർക്ക് ലൈഫ് ബാലൻസ് ഇവരെ കണ്ടുപഠിക്കണം. ഞാൻ വേറെ രാജ്യത്തൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്കൊന്ന് നാട്ടിലേക്കാളും ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് ജോലി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. പക്ഷേ എന്നാലും ഇവിടെയുള്ള ആൾക്കാർ ജോലിയാണ്, ജോലിയല്ല ജീവിതം എന്ന് മനസ്സിലാക്കി ലൈഫും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ജോലി ചെയ്യില്ല. വീക്കെൻഡ് അവർ ജോലി ചെയ്യില്ല. ഇതിനെപ്പറ്റി ആലോചിക്കത്ത് കൂടിയില്ല. പിന്നെ ഉള്ളത് മൺഡേ കാണാമെന്നുള്ള ഇതാണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. പിന്നെ ഇവിടെ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ലൈക്ക് ചിലർക്ക് എൻ്റെ കോൺട്രാക്റ്റിൽ ഇപ്പോൾ എനിക്ക് 40 hour വർക്ക് വീക്കാണ്. എനിക്ക് 5 ദിവസം വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ചിലരുടെ കോൺട്രാക്റ്റിൽ അവർക്ക് 36 മണിക്കൂർ, അതായത് ഒരു ദിവസം 9 മണിക്കൂർ വെച്ച് 4 ദിവസം വർക്ക് ചെയ്താൽ മതി. 36 മണിക്കൂറിൻ്റെ കോൺട്രാക്റ്റാണ്. ചിലർക്ക് 3 ദിവസം വർക്ക് ചെയ്യുന്ന കോൺട്രാക്റ്റ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ചോദിക്കാം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൊസിഷൻസും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ലീവുള്ള ഏതെങ്കിലും ദിവസം ഒന്ന് ഉച്ചയ്ക്ക് വല്ലതും പുറത്തിറങ്ങുവാണ്, അന്ന് സണ്ണിയും കൂടെ ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഓടാൻ പോകുന്നു, ലഞ്ചിന് പുറത്തിരിക്കുന്നു, ടെറസിലിരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും ഇവർക്കൊന്നും ജോലി ചെയ്യണ്ടേ, ഷോപ്പിങ്ങിന് പോകുന്നു. ഞാൻ ആലോചിക്കും ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആരെ, ഇവരൊക്കെ വേണ്ടി പുറത്തിരുന്ന് എൻജോയ് ചെയ്യുക ലൈഫ്.
അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പകുതി ദിവസം പോയി തോന്നിവാസം ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ അങ്ങനെ വല്ലതും പുറത്ത് പോകുകയാണെന്നോ ഒരു റണ്ണിന് പോയിട്ട് വരുവാണെങ്കിൽ അത്രയും അവർ കൂടുതൽ തിരിച്ച് വന്നിട്ട് വർക്ക് ചെയ്യും. ബട്ട് സ്റ്റിൽ യു ഹാവ് ദാറ്റ് ഫ്ലെക്സിബിലിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ജസ്റ്റ് ഞാൻ ഔട്ട് ഓഫ് ഓഫീസാണ് ഫ്രം ദിസ് ടൈം ടു ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട് ഔട്ട്ലുക്കിൽ ഇട്ടിട്ട് അവർ പോയി കാര്യം ചെയ്തിട്ട് വരും. ആൻഡ് ഇറ്റ്സ് ഓൾ ഫൈൻ. ഇറ്റ് ഈസ് ലിറ്ററലി ഓൾ ഫൈൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് പാസ്പോർട്ട് അല്ല, എൻ്റെ റെസിഡൻസ് പെർമിറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ 11 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. ഞാൻ ചെന്ന സമയത്ത് എനിക്കൊരു ഇവിടെ നിന്ന് പോയി വരാനും ഒരു 1 hour ട്രെയിൻ ജേർണി ഉണ്ട്, പോകാനും തിരിച്ചു വരാനും 1 hour. എല്ലാം കൂടെ എനിക്കൊരു ഹാഫ് ഡേ അതിന് വേണ്ടി തന്നെ പോയി. പക്ഷേ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒന്നും ചോദിച്ചില്ല. ഇറ്റ് വാസ് ഓക്കെ, ഞാൻ പോയിട്ട് വന്നു. ഇറ്റ് വാസ് ഫൈൻ. എനിക്ക് ആ ഹാഫ് ഡേ ലീവ് എടുക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ പോയി വന്നു. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ ഇവിടുത്തെ വർക്കിംഗ്, ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. സോ ഹൈലി റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ജോലിയൊക്കെ ചെയ്യുമല്ലോ. സോ വെരി നൈസ്. വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ഷെഫ്സ് കിസ്. നെക്സ്റ്റ് തിങ് ഇസ് വെക്കേഷൻ. ഓ യെസ്, ഈ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യം പറയുമ്പോഴും വെക്കേഷനും ഇവിടെ ഭയങ്കര നല്ലതാണ്. ഇവിടുത്തെ ആൾക്കാർ നിറയെ വെക്കേഷൻ എടുക്കും. ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഇവർ എൻജോയ് ചെയ്യുവാണ്. ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ് ഫോർ ദം. ഇവരെ പോലെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ കാണുമായിരുന്നു ഇവിടെ ഒത്തിരി പേർക്ക് ബോട്ട് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഞാൻ താമസിച്ച ലിവാർഡൻ, ഫ്രീസ്ലാൻഡ്, അവിടെ ഒത്തിരി പേർക്ക് ബോട്ടുണ്ട് ആൾക്കാർക്ക്. എന്നിട്ട് അവർ കനാലിൽ കൂടെ ഒരു നല്ല വെയിലുള്ള ദിവസം ബിയറുമായിട്ട് വല്ല ബിക്കിനിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വിം വെയർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്നാക്സും ഒക്കെ കഴിച്ച് വെയിലും കാഞ്ഞ് ഇങ്ങനെ ബോട്ടിൽ പോകുന്നതാണ്. അത് കണ്ടപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഈശ്വര, ഇതാണ് എൻ്റെ ഡ്രീം. ദിസ് റൈറ്റ് ഹിയർ ഈസ് മൈ ഡ്രീം. എനിക്കും ഇതുപോലൊരു ബോട്ട് എടുത്ത് ഇങ്ങനെ പോകണം. ഒന്നും ബോട്ട് വാങ്ങിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബോട്ടുള്ള ഒരു ഫ്രണ്ടിനെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഫ്രണ്ടെങ്കിലും ആക്കണം. എന്നിട്ട് എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു വയസ്സാകുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പോകുന്ന പോലെ എനിക്ക് പോകണമെന്ന്. that is my dream. So yeah, this Dutch people know how to live their life, enjoy their life. അത് കഴിഞ്ഞിട്ട് ഇനി പറയാനുള്ളത് ബോറൽ ആൻഡ് ടെറസ്. ബോറൽ എന്ന് പറയുന്നത് ഈ കുറേ പേര് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടി എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഒരു ബോറൽ. അത് ഇവിടെ ഒത്തിരി പേര് ചെയ്യുന്നതാണ്. പിക്നിക് ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, എന്താ പറയുക, അവർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ്. ഐ ഫ്രീക്കിംഗ് ലവ് ഇറ്റ്. യെസ്. പിന്നെ അതുപോലെ തന്നെ ടെറസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് അവർ ചെയറും കാര്യങ്ങളും ഒക്കെ ഇട്ട് ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു സണ്ണി ഡേയിൽ ബോറൽ ടെറസിലാണ് ആൾക്കാർ പോയി ഇരിക്കുന്നത്. അപ്പോൾ ദീസ് ആർ സ്മോൾ തിങ്സ് ദാറ്റ് പീപ്പിൾ റിയലി ലുക്ക് ഫോർവേഡ് ടു ഇൻ എ വീക്ക്. സൂര്യനെ കണ്ടാൽ പുറത്ത് പോകുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ബോറൽ എൻജോയ് ചെയ്യുക, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ബിഗ് തിങ്സ്, വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവർ ഒത്തിരി എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ ചിലപ്പോൾ ഇത് ഞാൻ മാത്രമായിരിക്കും, എൻ്റെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും. ഞാൻ എപ്പോഴും ഒരു ഗോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് വറീഡ് ആവുന്ന ആളാണ്. അപ്പോൾ മേ ബി ദിസ് ഇസ് സംതിങ് നോട്ട് ഫോർ എവ്രി വൺ, ബട്ട് ഫോർ മീ. I should enjoy the little things more. That is something I can and I should learn from the Dutch people. And coming to the last point about Dutch people, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് എന്താ പറയുക, പിശിക്കാണ് ജീവിക്കുന്നതെന്ന്. ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ പുറത്ത് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി സമയം നമ്മൾ എന്താ ചെയ്യുക, ആരെങ്കിലും ഒരാൾ പേ ചെയ്യും അല്ലേ, എന്നിട്ട് നെക്സ്റ്റ് ടൈം വെൻ യു ഗോ സമൺ എൽസ് പേസ് സംതിങ് ലൈക്ക് ദാറ്റ്, വി ഡു തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ കൂടെ ദർ ഇസ് ചാൻസ് ദാറ്റ് ദേ സെൻഡ് യു എ ടിക്കി ആഫ്റ്റർ ദാറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ റിക്വസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ചിലവായി, എന്നിട്ട് ഓരോ ആൾക്കാർക്കും എത്രയുണ്ട് അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയാൾക്കൊരു ലിങ്ക് അയക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോഴായിരിക്കും നിങ്ങളുടെ വാട്സാപ്പിൽ ടിക്കിയുടെ മെസ്സേജ് വരുന്നത്, ഇന്നയാൾ ഇത്ര രൂപ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് അങ്ങനെ പേ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി, ജസ്റ്റ് ടേക്സ് 2 minutes. പക്ഷേ ടിക്കി അയക്കുന്നത് ഇവിടെ ഭയങ്കര നോർമലാണ്. നമ്മൾ പുറത്ത് പോയാലും എല്ലാം അപ്ന എല്ലാവരും അവരവരുടെ കാര്യം അവരവർ നോക്കുക, അവരവർ പേ ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു രീതി. അത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ചില സമയം നമ്മൾ ആഗ്രഹിക്കില്ലേ, ഓക്കെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ ആരെങ്കിലും അവർ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്യാന്നൊക്കെ ഉള്ള, അതിവിടെ അങ്ങനത്തെ ആ ഒരു ഇതില്ല. ഇറ്റ് ഈസ് ഓൾവേസ് എല്ലാവരും അപ്ന. പിന്നെ വരുന്ന കാര്യമാണ്, അയ്യോ എന്തായിരുന്നു ടിക്കിയുടെ കാര്യം പറഞ്ഞിട്ട്
മറന്നുപോയി. അയ്യോ, ഇപ്പോൾ ഓർമ്മ വന്ന പെട്ടെന്ന് മറന്നുപോയി, എൻ്റെ നോട്ട്സിലില്ലാന്ന് തോന്നുന്നു. ബട്ട് യാ, ദീസ് ആർ സം ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൌട്ട് ദ ഡച്ച് പീപ്പിൾ ദാറ്റ് ഐ ലവ്. ഇപ്പോൾ ഒത്തിരി ഇന്ത്യക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ദേ ഡോണ്ട് യെസ്, ഇപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു ഡേറ്റിന് പോകുവാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഗോയിങ് ഡച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡേറ്റിന് പോയാലും നമ്മുടെ ഒരു സാധാരണ ഒരു ഇതെന്ന് പറയുന്നത് ആണുങ്ങൾ പേ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പക്ഷേ അങ്ങനത്തെ ഒരു ഇതില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇറ്റ് ഈസ് നോർമൽ ദാറ്റ് യു പേ ഫോർ യുവർ സെൽഫ് ഈവൻ ഇഫ് യു ആർ ഓൺ എ ഡേറ്റ്. സോ യാ, ഇഫ് യു go on a date here, expect to pay for your food yourself. So it should not surprise you. ഞാൻ വാണിംഗ് തന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ദ പോയിന്റ്സ് ഐ ഹാഡ്. ഇതൊക്കെ എനിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് കേട്ടോ. ഡച്ച് പീപ്പിളിന് ഇവരുടെ സ്വഭാവവും കാര്യങ്ങളും കുറച്ചൊക്കെ എനിക്ക് ആദ്യം സ്ട്രേഞ്ച് ആയിട്ട് തോന്നി, ബട്ട് നൗ ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ് ആൻഡ് ഐ എം പ്രിറ്റി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡച്ച് പീപ്പിൾ. ഐ മസ്റ്റ് സേ ദാറ്റ്. അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒത്തിരി ഇന്ത്യക്കാർക്ക് അവർക്ക് വലിയ ഡച്ച് ആൾക്കാരുടെ രീതികളും വലിയ ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഡച്ച് ലാംഗ്വേജ് ആണെങ്കിലും ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല. എനിക്ക് ഡച്ച് ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ നോട്ട് മൈ ഫേവറേറ്റ്. മലയാളമാണ് ഏറ്റവും ഫേവറേറ്റ്. അത് കഴിഞ്ഞിട്ട് വേറെ ലാംഗ്വേജസ് എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. പക്ഷെ ഡച്ച് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ലാംഗ്വേജ് അല്ല. കാരണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സൗണ്ട്സ് ഉണ്ട്, ലൈക്ക് ഹുഡ്മോർഹ്, എന്താ പറയുക, നമ്മൾ കാർക്കിക്കത്തില്ലേ അതുപോലെ വരണം. എനിക്കങ്ങനെ വരില്ല. അത് ഇവിടെ തുപ്പലൊക്കെ സ്റ്റോർ ചെയ്യണം. ടോട്ടലി അൺറിലേറ്റഡ് ടോപ്പിക്. ബട്ട് ഓൾ ഐ എം സെയിങ് ഇസ് ദാറ്റ് സം ഇന്ത്യൻ പീപ്പിൾ നമുക്ക് പാടായിരിക്കും. ഇന്ത്യൻ എന്നല്ല, ഇന്റർനാഷണൽസിന് പാടായിരിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് ഡച്ച് ഫ്രണ്ട്സ് കുറച്ചുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒത്തിരി അല്ല കേട്ടോ, എനിക്ക് ആകെ വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ഡച്ച് ആൾക്കാരെ അറിയത്തുള്ളൂ. അതിൻ്റെ അഹങ്കാരത്തിൽ പറയുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വന്ന രാജ്യമാണ്, എത്തിപ്പെട്ടതല്ല. ഞാൻ ഇഷ്ടപ്പെട്ട് വേണമെന്ന് വെച്ച് വന്ന രാജ്യം ആയതുകൊണ്ടും കൂടെ ആയിരിക്കണം. ഐ ആബ്സല്യൂട്ട്ലി ഫ്രീക്കിംഗ് ലവ് ഇറ്റ് ഹിയർ. ആൻഡ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇഫ് യു ലവ് ദിസ് കൺട്രി ടു, കമൻറ്റ് ഡൗൺ ബിലോ. ഐ ഹോപ്പ് the video was interesting. Let me know in the comments. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഐ എം ഓൾവേസ് ഓപ്പൺ ടു യുവർ കമൻറ്റ്സ് ആൻഡ് യുവർ ക്രിറ്റിസിസംസ്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ അതും പറഞ്ഞോളൂ. ഐ വിൽ ട്രൈ ആൻഡ് മേക്ക് എ വീഡിയോ അബൌട്ട് ദാറ്റ്. ആൻഡ് യെസ്, സം ഇൻട്രസ്റ്റിംഗ് ലൈഫ് അപ്ഡേറ്റ്സ് ആർ കമ്മിങ് സൂൺ. സോ ഇപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷേ അടുത്ത് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, മേക്ക് ഷുവർ ടു കമൻറ്റ്. Make sure to like and also comment if you want to comment about something. And if you want, please subscribe to my channel. And I will see you guys in my next video. Tot volgende week. Doei doei.